പാഠം 818. 10,000 രൂപയുടെ കഥ. കേരളത്തിൽ ചൂട് ക്രമാതീതമായി കൂടുന്നു. ചില ജില്ലകളിലെ താപനില 40 ഡിഗ്രി കടന്നു. കടുത്ത ചൂടിൽ നാട് വറ്റി വരളുകയാണ്. വിവരമുള്ളവർ ഓരോ കാര്യം പറയുമ്പോൾ തമാശയായിട്ട് കരുതും. ഒടുവിൽ അനുഭവിക്കുമ്പോ പഠിക്കും. ഇനി എന്തെല്ലാം കാണാതിരിക്കുന്നു. എന്താ പോരട്ടാ ഇതുണ്ടോ, പല സ്ഥലങ്ങളിലും ചൂട് 40 ഡിഗ്രി കടന്നു. കേരള ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. ആളുകളുടെ അഹങ്കാരവും ശ്രദ്ധക്കുറവും ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. വണ്ടികളുടെ ഉപയോഗം കൂടുമ്പോഴും മരങ്ങൾ വെട്ടിമുറിക്കുമ്പോഴും വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പ്രശ്നമാകുമെന്ന്. ചതുപ്പുകളും പാടങ്ങളും നികത്തി, മലകൾ ഇടിച്ചു നിരത്തി, ചുരുക്കി പറഞ്ഞ 20 കൊല്ലം മുമ്പുള്ള കേരളമേ അല്ല ഇപ്പോഴുള്ള കേരളം. അതുകൊണ്ട് തന്നെ ചൂട് ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ചൂട് കൂടി കഴിക്കാൻ ഭക്ഷണമില്ലാതെയും കുടിക്കാൻ വെള്ളമില്ലാതെയും നക്ഷത്രം എണ്ണുമ്പോ ആളുകൾ പഠിച്ചോളൂ. പക്ഷെ അപ്പോഴേക്കും സംഗതി വൈപ്പ് കാണും. മോഹനേട്ടന്റെ ഈ ദേഷ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഈ ചൂട് കൂട്ടുന്നെന്ന് തോന്നൂല്ലോ. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ആമേ, ഭൂമിയുടെ വ്യവസ്ഥ നിലനിർത്തണമെങ്കിൽ ഓരോരുത്തരും വിചാരിക്കണം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കൂ, നിയന്ത്രണവും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒന്നും ആവില്ല. നോക്കൂ, ഞാൻ മോഹനേഷൻ കാരണം എന്തെങ്കിലും ദോഷം ഭൂമിക്കുണ്ടാവുന്നുണ്ടോ? ഇല്ല. ഞാൻ കാരണം ഉണ്ടാവുന്നില്ല. ഉണ്ടല്ലോ. സ്ഥിരമായി സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. പെട്രോൾ കത്തി പുറത്തേക്ക് വരുന്നത് എന്താണെന്ന് നിനക്കറിയാമല്ലോ. ഇതെല്ലാം മോഹനേട്ടൻ ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞതല്ലേ. എന്തായാലും വണ്ടികളില്ലാത്ത ഒരു ലോകത്തെ പറ്റി ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. വണ്ടികളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല മോഹനേട്ടാ. എനിക്ക് പറ്റുന്നുണ്ടല്ലോ. വില്ലേജ് ഓഫീസ് പോവാൻ വണ്ടി വേണ്ട. പക്ഷെ ഒന്ന് തിരുവനന്തപുരത്തിന് പോകേണ്ടി വന്നാലോ? നടന്ന് പോവാൻ പറ്റുമോ? ഒഴിവാക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിൽ മാത്രം വണ്ടി ഉപയോഗിക്കും. നിനക്ക് കോടതിയിലേക്ക് നടന്നു പോകാനല്ലേ ഉള്ളൂ. ഈ വെയിലത്ത് അവിടം വരെ നടന്നു പോകാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പോഴത്തെ വെയിൽ കൊണ്ടാലേ മനുഷ്യൻ ബോധം കൊണ്ട് വീഴും. നീ വെയിലിനെ കുറ്റം പറഞ്ഞിട്ട് പോകുന്നതായില്ലല്ലോ. എന്തുകൊണ്ടാണ് ചൂടുണ്ടാകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? നിന്നെ പോലുള്ളവർ 10 മീറ്റർ പോലും നടക്കാൻ മടിച്ച് സ്കൂട്ടറിലും കാറിലും കയറി അങ്ങ് യാത്ര ചെയ്യും. പെട്രോളും ഡീസലും കത്തി പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും പറ്റി നിങ്ങൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഒരു വിഷവാതകമാണ്. ഓരോ ദിവസവും വണ്ടികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡ് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോളതാപനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നീയൊക്കെ വെയിലിനെ പിടിച്ച് കാർ കയറി അങ്ങ് പോവും. പക്ഷേ കാർ ഓടുമ്പോൾ പുറത്തേക്ക് വരുന്ന കാർബൺ കാരണം ചൂട് പിന്നെയും 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 കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോ ചൂട് കുറയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോഹനേട്ടൻ പറയുന്നല്ല ശാസ്ത്രീയമായിട്ട് ശരിയായിരിക്കും. പക്ഷെ ഇനിയുള്ള കാലത്ത് വണ്ടികളില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും മോനേട്ടാ? ഇപ്പോ ചൂട് 40 ഡിഗ്രി കഴിഞ്ഞു. 10 വർഷം കൂടി കഴിയുമ്പോ അത് 42, 43 എന്നൊക്കെ ആവും. 50 ഡിഗ്രി ആയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യ ജീവിതമേ സാധ്യമല്ലാത്തൊരു അവസ്ഥ വരുമെന്നൊരു സത്യം നിങ്ങൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ? എവിടെ ഓർക്കാൻ? എല്ലാവർക്കും സ്വന്തം കാര്യം. എനിക്ക് സുഖമായി ജീവിക്കണം. ഇനി വരാൻ പോകുന്ന തലമുറ എങ്ങനെ ജീവിച്ചാലും എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന നിലപാടാണ് നിങ്ങൾക്ക് ഉള്ളത്. ഞാൻ മാത്രമായിട്ട് വിചാരിച്ചിട്ട് ഇവിടെ എന്ത് നടക്കാനാണാവോ? ഇങ്ങനെ ഓരോരുത്തരും വിചാരിച്ചിട്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. ഞാനായിട്ട് ഭൂമിക്ക് പരമാവധി ദോഷം കുറച്ചേ ചെയ്യൂ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഇല്ലെങ്കിൽ 100 കൊല്ലം കൂടി കഴിയുമ്പോ മനുഷ്യൻ എന്ന സാധനം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. സാറേ, ഉത്തമം വന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേക്കും മുതൽ സ്കൂട്ടർ ഓടിച്ച് തെക്ക് വടക്ക് നടക്കുന്ന ആളാ. ചെന്ന് കാര്യമായിട്ടൊന്ന് ഉപദേശിക്കും മോഹനേട്ടാ.
ആഗോളതാപനം അത്രയെങ്കിലും ഒന്ന് കുറഞ്ഞു വിട്ടട്ടെ. കഷ്ടം. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അറിയാത്ത പിള്ള ചൊറിയം മാറിയും എന്നാണ് പ്രമാണം. പക്ഷേ ഒരു കുഴപ്പമുള്ളതെന്നറിയാമോ? നീയൊക്കെ ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷ എന്നെ പോലുള്ളവരും അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ്. അയ്യോ, അഹങ്കാരി. നമസ്കാരം സാറേ. എന്തൊരു ചൂട് സാറേ. ഓ, മണി 9 പോണേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ചൂട്. സാറേ, ഈ സൂര്യൻ ഇങ്ങനെ കത്താൻ തുടങ്ങിയ നമ്മൾ എന്ത് ചെയ്യും? ഓ, അപ്പൊ കുറ്റം സൂര്യന്. ഉത്തമ സാർ, കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ 10 വർഷം മുമ്പോ എങ്ങനെ കത്തിയോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും സൂര്യൻ കത്തുന്നത്. സൂര്യൻ ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. മാറിയത് ഭൂമിയാണ്. ഭൂമിയാ? ഭൂമി സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് മാറിയല്ല, പിന്നെ മനുഷ്യൻ തോന്നും പോലെ ഉപദ്രവിച്ച് ഭൂമിയെ മാറ്റിയതാണ്. ഉത്തമൻ, ആഗോളതാപനം എന്ന് കേട്ടിട്ടുണ്ടോ? സാറ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ സംഭവം എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. ഉത്തമ, ഭൂമിയുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന കാർബണിന്റെ അളവിന് ഒരു പരിധിയുണ്ട്. പക്ഷേ പെട്രോളും ഡീസലും കത്തിച്ചും AC ഉപയോഗിച്ചുമെല്ലാം നമ്മൾ കാർബണിന്റെ അളവ് കൂട്ടുന്നു. അന്തരീക്ഷത്തിൽ കാണേണ്ട ഇരട്ടിയിലധികം അളവിൽ കാർബൺ ഇപ്പോൾ ഭൂമിയിലുണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാറെഡ് കിരണങ്ങളെ ഈ കാർബൺ പിടിച്ചെടുക്കും. അങ്ങനെ അന്തരീക്ഷത്തിലെ കാർബൺ ചൂടാകുന്നു. കാർബൺ ചൂടാകുമ്പോ അന്തരീക്ഷം മുഴുവൻ ചൂടാകുന്നു. അങ്ങനെയാണ് ആഗോളതാപനം ഉണ്ടാകുന്നത്. ഓ, അപ്പൊ ഈ പറഞ്ഞ കാർബൺ ആണല്ലേ പ്രശ്നം? അതെ. മനുഷ്യൻ ഓക്സിജനെ അകത്തേക്ക് സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടും. പക്ഷേ അതേസമയം മരങ്ങൾ കാർബൺ ഡയോക്സൈഡിനെ അകത്തേക്ക് എടുത്ത് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെ മനുഷ്യനും മൃഗങ്ങളും മരങ്ങളും ഒക്കെ പരസ്പരം സഹകരിച്ചാണ് നിലനിന്ന് പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയോ? പല വഴികളിൽ കാർബൺ അമിതമായി അന്തരീക്ഷത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം മരങ്ങളാണെങ്കിലോ വെട്ടി അങ്ങോട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് അന്തരീക്ഷത്തിൽ ചൂട് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിന് സൂര്യനെയോ ഭൂമിയെയോ ദൈവത്തിനെയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനുഷ്യനായിട്ട് വരുന്ന വിനയാണ്. ഓ, അപ്പൊ അതാണല്ലേ ഈ ആഗോള താപനം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്ന് പറയുമ്പോ ഉത്തമനെ പോലുള്ളവർക്ക് പുച്ഛമാണല്ലോ, പുച്ഛം. നടന്നു മാത്രം പോകുന്ന എന്നെയൊക്കെ പഴഞ്ചൻ എന്ന് വിളിച്ച് കളിയാക്കുകയും ചെയ്യും. പക്ഷേ ഞങ്ങളെ പോലുള്ളവർ കൂടി നിങ്ങളെ പോലെ പെരുമാറിയിരുന്നെങ്കിൽ പണ്ടേ അന്തരീക്ഷ താപം കൂടി നമ്മളൊക്കെ കത്തിപ്പോയനെ. അല്ല, അത് പിന്നെ ഇന്നലെ പുരുഷോത്തമ വില്ലേജ് വന്നിരുന്നല്ലേ സാറേ? വന്നിരുന്നു. മണ്ണിട്ട് നികത്തിയ പാടം കരഭൂമിയായി BTRൽ മാറ്റി എഴുതാൻ കളക്ടർക്ക് പുരുഷോത്തമൻ ഒരു അപേക്ഷ കൊടുത്തു. കളക്ടർ എന്നോട് റിപ്പോർട്ട് ചോദിച്ചു. അത് കരഭൂമി അല്ല എന്ന റിപ്പോർട്ട് ഞാൻ കൊടുക്കുകയും ചെയ്തു. എങ്ങനെയെങ്കിലും സഹായിക്കണേ സാറേ എന്ന് പറഞ്ഞ് പുരുഷോത്തമൻ വരികയും ചെയ്തു. സഹായിക്കില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. സാറ് പറഞ്ഞ ഞാൻ അറിഞ്ഞ്. ഇന്ന് രാവിലെ പുരുഷോത്തമൻ എന്നെ കാണാൻ വന്നിരുന്നു. പുരുഷോത്തമൻ ഉത്തമനല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ഒരു കാര്യമില്ല. കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടത് K. മോഹനകൃഷ്ണൻ സാറാണ്. പാടം നികത്തി ഭൂമി നശിപ്പിക്കുന്ന ഒരു പുരുഷോത്തമനെയും K. മോഹനകൃഷ്ണൻ സാർ വെറുതെ വിടില്ല. വെറുതെ വിടില്ല. ആഗോള താമരത്തിനേക്കാൾ ചൂടാണല്ലോ മോഹനടി സാറിന്. പുരുഷോത്തമന്റെ കാര്യം ഒരു കാലത്തും നടക്കൂല. ഹലോ, അതെ സത്യഭാമിയാണ്. അശോകൻ ചേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കായിരിക്കായിരുന്നു. കേസ് വിധിയായിട്ട് 3 ദിവസമായി. പൈസ പക്ഷെ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ആണോ? ആരുടെ കയ്യില്? മുഴുവനും ഉണ്ടല്ലോ അല്ലേ? അയ്യോ, നന്നായി. എനിക്കാണെ പൈസ കൊണ്ട് ഒരുപാട് ആവശ്യമുള്ള സമയം. ശരി, ആള് ഉടനെ എത്തുമല്ലോ അല്ലേ? ശരി. കൃത്യസമയത്ത് അശോകൻ ചേട്ടന്റെ പൈസ റെഡിയായി. വിദ്യ, ഞാനാ.
അതെ, അശോകൻ ചേട്ടൻ വിളിച്ചിരുന്നു. ആ, പുള്ളിക്കാരൻ രാവിലത്തെ ട്രെയിനിന് ബോംബെക്ക് പോവാന്ന്. ഹേയ്, പേടിക്കണ്ട, നമ്മുടെ പൈസ കൊടുത്തു വിട്ടിട്ടുണ്ട്. അതെ. എന്തായാലും കൃത്യസമയത്താ പൈസ കിട്ടുന്നേ. ഞാനാണെങ്കിൽ കുറച്ച് അത്യാവശ്യമായിട്ട് നിൽക്കായിരുന്നു. അല്ല, നീ എത്ര മണിക്ക് ഓഫീസ് വരുന്നേ? നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അതെയോ? എന്നാ പിന്നെ ഉച്ച കഴിഞ്ഞ് പോ. ശരി. പൈസ കിട്ടുന്ന കാര്യം കേട്ടപ്പോഴേ അതങ്ങനെ ധൂർത്തടിക്കാന്നവൾ ആലോചിച്ചു. അതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഒരൊറ്റ രൂപ നശിപ്പിക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഇന്ന് എപ്പോഴാ കോടതി പോകുന്നത്? അതൊരു പതിവില്ലാത്ത ചോദ്യമാണല്ലോ. എന്താണ്? ഉണ്ടായിട്ടല്ല, എന്നാലും വൈകിട്ട് നീ എപ്പോ വരും? മോഹനേട്ടൻ വരുന്നതിന് കുറച്ചു മുന്നേ വരും. നീ ഈയിടെ വാദിച്ച കേസ് ഏതാണ്? ഒരുപാട് കേസുണ്ടല്ലോ മോഹനേട്ടാ. എന്താണ് കാര്യം? മോഹനേട്ടർ കേസ് വല്ലതും ഉണ്ടോ? അല്ല, കേസ് വാദിക്കുന്ന മാത്രം കാര്യമില്ലല്ലോ, ഫീസ് കിട്ടുക എന്നുള്ളതും പ്രധാനമാണല്ലോ. ഈ ഫീസൊക്കെ നീ കൃത്യമായി വാങ്ങുന്നുണ്ടോ? ഇതെന്ത് ചോദ്യം മോഹനേട്ടാ? കേസ് വാദിച്ച പിന്നെ ഫീസ് വാങ്ങാതിരിക്കുവോ? അപ്പൊ ഈ അശോകൻ കൊടുത്തുവിട്ട കാശിന്റെ കാര്യം അവൾ മിണ്ടുന്നേയില്ല. ഞാൻ അറിയാതെ അത് ചിലവാക്കാനാണ് പരിപാടി. എന്താ ഒരു വഴി? പൈസ കിട്ടുമെന്ന കാര്യം ഞാൻ ഒളിച്ചെന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ അത് മോശം. പൈസയുടെ കാര്യം അവിടെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. വേറെ വഴിയില്ല. ഹലോ. യുജുവല, എന്താ രാവിലെ? അതെയോ, എന്തു പറ്റി? അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ശിശുപാലൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയായി ശിശുപാലന്റെ അമ്മ ആശുപത്രിയിലായിട്ട് എന്നോട് പറഞ്ഞില്ല എന്ന് വെച്ചാൽ? ശിശുപാല, ഞാനും ശിശുപാലൻ തമ്മിലുള്ള ബന്ധമെങ്കിലും ശിശുപാലൻ ഓർക്കണമായിരുന്നു. ശിശുപാലന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയെ പോലല്ലേ? ആ അമ്മ ഇത്രയും വലിയ അസുഖം വന്ന് ആശുപത്രിയിൽ കിടന്നിട്ട് ശിശുപാലൻ ഈ കെ മോഹനൻ പറഞ്ഞില്ലെന്നോ? എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഓടി വരുമായിരുന്നില്ലേ? ഇന്ന് ഇത് വീട്ടിലേക്ക് പോകുന്നോ? ഓ, അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് അമ്മയെ കണ്ടുകൊള്ളാം. എത്ര രൂപ ശിശുപാല? 15,000 രൂപയോ? എത്ര പെട്ടെന്ന് ചോദിച്ചാ സാരമില്ല, ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തന്നോളാം ശിശുപാല. ആരോഗ്യമാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം ശിശുപാല. ഞാനൊരു കൃത്യം 9:50 ആകുമ്പോ ആശുപത്രിയിൽ എത്തിക്കോളാം. എന്താ മോനേട്ടാ? ശിശുപാലൻ ചേട്ടൻ അമ്മയ്ക്ക് എന്താ പറ്റി? എന്തോ ഭയങ്കര അസുഖമാണെന്ന്. ഒരാഴ്ച കൂടുതൽ ആശുപത്രി തന്നെ കിടപ്പാ. അസുഖത്തിന് എന്താ പേരില്ലേ? എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ കാലത്ത് ഓരോ പുതിയ പുതിയ അസുഖങ്ങളാണ് ഉണ്ടാക്കി വരുന്നത്. അതിൻ്റെയൊക്കെ പേര് ഓർത്തിരിക്കാൻ പറ്റുമോ? എന്തോ വലിയൊരു അസുഖ. ഒരാഴ്ചയായിട്ട് ആശുപത്രിയിലാ. ഒരാഴ്ചയായിട്ട് മോഹനേട്ടൻ അതറിഞ്ഞില്ലേ? ശിശുപാലൻ ചേട്ടൻ അപ്പൊ ആവശ്യം വരുന്നില്ലായിരുന്നു? അതെ, പക്ഷെ ശിശുപാലൻ പറഞ്ഞില്ല. ശിശുപാലന്റെ അമ്മയുടെ അസുഖത്തെ പറ്റി പറഞ്ഞ് വെറുതെ എന്നെയും സ്വയംപ്രഭയും കാഞ്ചനെയും വിഷമിപ്പിക്കണമെന്ന് കരുതിയിട്ടുണ്ടാവും. അതെന്തായാലും കൊള്ളാം. ഒരാളുടെ അമ്മ ആശുപത്രി കിടക്കുമ്പോ അത് ആഫീസിലുള്ളവരുടെങ്കിലും ഒന്ന് പറയണ്ടേ? പറഞ്ഞില്ല. ഇന്നിപ്പോ അസുഖമാര് വീട്ടിലേക്ക് പോകണമെന്ന്. പക്ഷെ
ബില്ലടയ്ക്കാൻ പാവം ശിശുപാലിന്റെ കയ്യിൽ 5 പൈസ പോലുമില്ല. 15,000 രൂപ വേണമെന്ന്. അതിനു വേണ്ടിയാ എന്നെ ഇപ്പൊ വിളിച്ചത്. അതെന്തായാലും നന്നായി. അമ്മ ഒരാഴ്ചയായിട്ട് ആശുപത്രി കിടന്നിട്ട് മോഹനോട് പറയാതിരുന്നയാള് പൈസക്ക് ആവശ്യം വന്നപ്പോ കൃത്യമായിട്ട് വിളിച്ചു. പരമയോഗ്യം തന്നെ. നീ എന്ത് വർത്താനോ പറഞ്ഞിട്ട് വന്നത്? ഒരാൾക്ക് ഒരു അത്യാവശ്യം ഉണ്ടാവുമ്പോ അയാളെ കളിയാക്കുന്നത് എവിടെ തന്നെയായോ? ഞാൻ കളിയാക്കിയതല്ലോ, കാര്യം പറഞ്ഞതല്ലേ മോനട്ടാ. മോഹനേട്ടനും ശിശുപാലനേട്ടനും ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നവര്. ശിശുപാലനേട്ടന്റെ അമ്മ ആശുപത്രിയിലായിട്ട് ഒരാഴ്ചയായി. ഈ ഒരാഴ്ച ശിശുപാലനേട്ടൻ ആഫീസിൽ വന്നു. പക്ഷെ അമ്മയുടെ കാര്യം മോഹനേട്ടനോട് പറഞ്ഞിട്ടേ ഇല്ല. ആ ഒടുവിൽ പൈസയുടെ ആവശ്യം വന്നപ്പോ കൃത്യം മോഹനേട്ടനെ വിളിച്ചു. ശരിയല്ലേ? ഈ സമയത്തല്ലല്ലോ നമ്മൾ ന്യായവും അന്യായവും ഒക്കെ നോക്കേണ്ടത്. ഒരാൾക്ക് ഒരു ആവശ്യം വരുമ്പോ നമ്മൾ സഹായിക്കണം. പൈസ ഉണ്ടോ? എന്റെ എവിടുന്ന പൈസ? അല്ല, നിന്റെ ചിലപ്പോ പൈസ കാണുമല്ലോ. എന്റെ കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ പോലും ഇല്ല. നിന്റെ കൈ കാണുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ശിശുപാലിനെ വിളിച്ച് പൈസ തരാൻ ശിശുപാല എന്ന് പറഞ്ഞത്. എന്റെ എവിടുന്ന മോനട്ട പൈസ? ഒരു പൈസ ഇല്ല. എല്ലാം കൂടെ തപ്പിപ്പറക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ 100-500 രൂപ ഉണ്ടായിരിക്കും. നിനക്ക് ഫീസ് കിട്ടുന്ന പൈസ എവിടെ? കഴിഞ്ഞ ആഴ്ച ഫീസായി കിട്ടിയ 5000 രൂപ ഞാൻ മോഹനേട്ടൻ തന്നെയല്ലേ ഏൽപ്പിച്ചത്. അത് കഴിഞ്ഞ് ഒരൊറ്റ രൂപ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ പിന്നെ കിട്ടാനുള്ള പൈസ കിട്ടുമ്പോ തന്നാ മതി. ഇന്ന് രാവിലെ ശിശുപാലനേട്ടന്റെ പൈസ കൊടുക്കാന്നല്ലേ പറഞ്ഞത്. എനിക്ക് ഫീസ് കിട്ടിയിട്ട് കൊടുത്താ മതിയോ? അല്ല, ഞാൻ പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് ചിലപ്പോ പൈസ കിട്ടിയാലോ? അങ്ങനൊന്നും കിട്ടാനില്ല മോനേട്ടാ. മോനേട്ട ഒരു കാര്യം ചെയ്യ്, ബാങ്ക് അടക്കുന്ന പൈസ എടുത്ത് കൊടുക്ക്. അല്ല, അതിന് ബാങ്ക് ഉറവ് 10 മണി കഴിയില്ലേ? അതിന് മുമ്പ് കൊടുക്കണമല്ലോ. എനക്ക് വല്ല പൈസയും കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നല്ലേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് ഒരു പൈസയും കിട്ടാനില്ല. നീ എത്ര നുണ പറഞ്ഞാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല പാമേ. എന്ത്? ഒന്നുമില്ല. നീ വേഗം ഷർട്ട് കൊണ്ട് തേച്ചേക്ക്. പോകാൻ നേരമായെന്ന് പറയുകയായിരുന്നു. ഇതാരാ? ഓഹോ, ഇയാളാണ് പൈസയും കൊണ്ടുവരുന്ന ആൾ. ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുമ്പോ കൈയോടെ പിടിച്ചാൽ അവൾ പറഞ്ഞ നുണയാണെന്ന് തെളിയിക്കാം. പക്ഷെ അങ്ങനെ ചെയ്താൽ അവൾ ആ പൈസയിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് തരില്ല. വേറെന്താ ഒരു വഴി? വഴിയുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പൈസയുമായി വന്ന ആളല്ലേ? അതെ സാർ. എന്താ പേര്? വിജയൻ. എത്ര രൂപയുണ്ട്? ഞാൻ എണ്ണയില്ല, ഇവിടെ തന്നാ മതിയെന്നാ പറഞ്ഞത്. എന്താ? $10,000. ശരി. ഭാമ ഇവിടെ ഇല്ല. അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയിരിക്കുക. കുറച്ച് കഴിയും വരാനായിട്ട്. പക്ഷെ പൈസ കൊണ്ടുവരും എന്നറിയാമായിരുന്നത് കൊണ്ട് ഞാനിവിടെ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പൊ ശരി, ഒപ്പിക്കൊള്ളൂ. ഓ ശരി സാർ. നേരായ വഴി ചോദിച്ചാലല്ലേ അവൾ കാശ് തരായിരിക്കും. വളഞ്ഞ വഴി ചോദിക്കാം. മോളെ ഭാമ, ഞാൻ ഒരു ബുദ്ധിമാനായ ഭർത്താവാണെന്ന് ഇന്ന് നിനക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തെ കുറിച്ച് നീ എന്ത് പറയുന്നു? എന്ത് കാര്യം? ഈ ശിശുപാലന് പൈസ കൊടുക്കുന്ന കാര്യം. അത് കൊടുക്കണല്ലോ, മോനോട്ടും കൊടുക്ക്. എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞല്ലോ. എന്റേലും ഇല്ലല്ലോ മോനട്ടാ. ഉണ്ടായിരുന്നു തരുമായിരുന്നോ? അതെന്ത് ചോദ്യ? ശിശുപാലനേട്ടൻ എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാ. അങ്ങനെയുള്ള ശിശുപാലനേട്ടൻ അത്യാവശ്യം വരുമ്പോ എന്റെ പൈസ ഞാൻ തരാതിരിക്കൂ? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എന്റെ പൈസ ഇല്ലല്ലോ.
ദേ മോനേട്ടാ, പെട്ടെന്ന് ഷർട്ടും മുണ്ടും മാറുക. അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. 9:30 മുന്നേ ഇറങ്ങിയാലല്ലേ മോഹനേട്ടൻ 9:50 മുന്നേ ആശുപത്രിയിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ നീ പറഞ്ഞത് നിനക്ക് തന്നെ പാരയാവും. എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ തരാമായിരുന്നു എന്ന്. നിന്റെ കയ്യിൽ പൈസ അല്ല, നിന്റെ പൈസ എന്റെ കയ്യിലുണ്ടല്ലോ. 10,000 രൂപ. ആള് വക്കീലാണ്. ഒന്നുകൂടി സത്യം ചെയ്ത് വാങ്ങുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ മാറ്റി പറയും. പാമേ, അതായത് നീ ഇപ്പൊ പറഞ്ഞെന്താ? നിനക്ക് പൈസ ഒന്നും കിട്ടാനില്ല, കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തരുമായിരുന്നു എന്നല്ലേ? മോഹനേട്ടൻ എന്തിന്റെ സുഖേടാ? കൊറേ നേരമായാലും ഇല്ലാത്ത പൈസയുടെ കാര്യം പറഞ്ഞ എന്റെ പിന്നാലെ നടക്കുന്നു. ശിശുപാലിന്റെ പൈസ കൊടുത്തേ പറ്റൂന്നാണെങ്കിൽ പോയി ബാങ്കി കിടക്കുന്ന പൈസ എടുത്ത് കൊടുക്കുക. അല്ല പിന്നെ അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. നിനക്കിന്ന് ഏതെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ അതെനിക്ക് തരുന്നതുകൊണ്ട് വിരോധമില്ല എന്നാണല്ലോ നീ നേരത്തെ പറഞ്ഞത്. അതെ, പക്ഷെ പൈസ കിട്ടിക്കഴിയുമ്പോൾ നീ വാക്ക് മാറ്റി പറയരുത്. എന്താണ് മോഹനേട്ടന്റെ ഉദ്ദേശം? അല്ല, നിന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല എന്നുള്ളത് ഞാൻ സമ്മതിച്ചു. പക്ഷെ നിനക്ക് പൈസ കിട്ടുകയാണെങ്കിൽ നീ എനിക്ക് തരുമല്ലോ. സത്യം ചെയ്. എന്തിന്? വേറെ സത്യം ചെയ്യാലോ. ഇത് എന്തൊരു ശല്യം നോക്കണേ. സത്യം വരെ അതെ. ഹലോ, അതെ, ആരാണ്? ആ, കൊടുക്ക. ഭാമേ, വരുന്നു മോനട്ടാ. ഇപ്പോൾ വരും. ആരാ മോനട്ടാ? വിദ്യാലക്ഷ്മി. ആ, എന്തായി? കിട്ടിയോ? അപ്പൊ അശോകൻ ചേട്ടൻ വാക്ക് പറഞ്ഞ വാക്കാണ്. 15 മിനിറ്റുള്ളിൽ പൈസ വിദ്യയുടെ വീട്ടിൽ എത്തിയിരിക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നതേ. ആ, പൈസ മുഴുവനുണ്ടല്ലോ അല്ലേ? ആ അതെ, 3000 തന്നെ. അതെ, അതിൽ 2000 രൂപ മത്താച്ചേട്ടന് കൊടുക്കാനുള്ളതാ. നീ ബക്കൽ ഓഫീസ് ചെല്ലുമ്പോൾ തന്നെ കൊടുത്തേക്കണേ. അതെ, ബാക്കി 1000 രൂപ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. വേറൊന്നുമല്ല, ആ കേസിന്റെ ഫീസ് കിട്ടുമ്പോ മോഹനായിട്ട് ഒരു ഷർട്ട് വാങ്ങാൻ നീ കരുതിയിരുന്നതാ. അതും അങ്ങനെ. നീ വരില്ലേ കൂടെ? ഓ ശരി. നീ പറഞ്ഞ മോഹനിട്ട് ഓർമ്മയില്ല ഒരു അശോകൻ ചേട്ടനെ. പുള്ളിക്കാരന്റെ കേസ് കഴിഞ്ഞ ദിവസം വിധിയായി. ഫീസിൽ ബാക്കി കിട്ടാനുണ്ടായിരുന്ന 3000 രൂപയുടെ കാര്യമാണ് പറഞ്ഞത്. കുറച്ചു മുന്നേ എനിക്കൊരു ഫോൺ വന്നില്ലേ, അത് അശോകൻ ചേട്ടന്റെ ആയിരുന്നു. പുള്ളി ഈ ബോംബെക്ക് പോവാണ്, അതുകൊണ്ട് പൈസ ആരുടെയും കൈ കൊടുത്തു വിടാന്ന് പുള്ളി പറഞ്ഞിരുന്നു. വിദ്യയുടെ വീടിനടുത്താണല്ലോ അശോകൻ ചേട്ടന്റെ വീടേ, അതുകൊണ്ട് വിദ്യയുടെ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അത് കിട്ടിന്ന് പറയാനാ വിദ്യ ഇപ്പൊ വിളിച്ചത്. അശോകൻ ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ തട്ടിപ്പുകാരനൊന്നുമല്ല, ഒരു വാക്ക് പറഞ്ഞ വാക്കാ. നീ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഈ അശോകൻ പൈസ ഇവിടെ കൊണ്ടുവന്ന് തരുമെന്നല്ലേ പറഞ്ഞത്? അല്ലെന്ന്, പൈസ കൊടുത്തു വിട്ടിട്ടുണ്ട് വിദ്യാലക്ഷ്മി വക്കീലിന്റെ വീട്ടിലേക്ക് എന്നാണ് പറഞ്ഞത്. മോഹനേട്ടന് അതിലൊരു സംശയം വരേണ്ട കാര്യം എന്താ? ഒന്നുമില്ല. പക്ഷേ ഈ അശോകനല്ല വേറെ ആരും നിനക്ക് പൈസ തരാനുണ്ടോ? വേറെ ഫർണിച്ചർ കടയിലെ ബഷീർ ഒരു 10000 രൂപ തരാനുണ്ട്. അത് പറ. അപ്പൊ അവിടെ ഇരുന്നോ, അപ്പൊ കിട്ടും. അത് ഉടനെ ഒന്നും കിട്ടൂല മോനട്ടാ. ബഷീർ മലേഷ്യക്ക് പോയിരിക്കല്ലേ, 1 മാസം കഴിഞ്ഞ് വരുമെന്നാ കേട്ടത്. പക്ഷെ ബഷീർ ഇവിടെ ഇല്ലെങ്കിലും വേറെ ആരെങ്കിലും പൈസ കൊണ്ടുവന്നാണെങ്കിലോ? അത് നടക്കൂല മോനട്ടാ. ബഷീർ മലേഷ്യയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പൈസ തരുമെന്ന് എന്നോട് പറഞ്ഞിട്ടാ പോയത്. എന്ത്? അതെ, നെഞ്ച് വേന, ഭയങ്കര വേന. ഉടനെ പോയിക്കോളൂ.
എന്തായാലും ശിശുപാലൻ ചേട്ടൻ അമ്മയെ കാണാൻ ആശുപത്രി വരെ പോകുന്നില്ലേ? ആ, ആ. അപ്പോ ഡോക്ടറെ ഒന്ന് കാണാൻ. ഇക്കാലത്ത് ചെറിയ വേദന വന്നാലും ഒന്ന് ശ്രദ്ധിക്കും, നല്ലതാ. ഈ അശോകനും ബഷീറും അല്ല വേറെ ആരും നിനക്ക് പൈസ തരാനുണ്ടോ? പൈസ ഒരുപാട് കിട്ടാനുണ്ട് മോഹനേട്ടാ. അതൊന്നും ഇന്ന് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ശിശുപാലൻ ചേട്ടന് കൊടുക്കാനാണെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം നോക്കുന്ന നല്ലത്. മോഹനേട്ടൻ വിചാരിച്ച ഒരു 10,000 രൂപയ്ക്കാണ് പ്രയാസം. ഇപ്പൊ മോഹനേട്ടന് എത്ര രൂപയുണ്ട്? 10,000. എത്ര? ഈ 10,000 രൂപ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ 10,000 രൂപ ശിശുപാലന് കൊടുക്കാമായിരുന്നു എന്ന് പറയായിരുന്നു. പക്ഷെ 10,000 രൂപ എന്റെ കയ്യിലില്ലല്ലോ. മോഹനേട്ട് പോയാ ഫോൺ എടുക്ക്. ഈ ചുരിദാർ റേസിലൂടെ എനിക്ക് റെഡിയാവാൻ. ഞാൻ വിദ്യയോട് പറഞ്ഞത് കേട്ടല്ലോ. അശോകൻ ചേട്ടന്റെ ഫീസ് കിട്ടിയ സന്തോഷത്തിൽ ഇന്ന് എന്റെ വക ഒരു ഷർട്ടുമുണ്ട്. അപ്പൊ ഈ 10,000 രൂപ എന്ന് പറയുന്നത് 10,000 രൂപ എന്ന് പറഞ്ഞാ 10,000 രൂപ. മോനോട്ട് പോയി ഫോൺ എടുക്കുന്നുണ്ടോ? ചെല്ല്. ഈശ്വര, ഇതാരാ പൈസ അത്? ഹലോ. ആ സാറേ, ഞാനാണ് ഉത്തമേ. ഓ, എന്താ ഉത്തമാ? ആ സാറേ, ഞാൻ നമ്മുടെ പുരുഷോത്തമനെ കണ്ടേ ഇതാ ഇപ്പോഴായിട്ട്. ഏത് പുരുഷോത്തമൻ? ആ എന്താ സാറേ ഇത്? പാടം നികത്തി പുരുഷോത്തമനില്ലേ? അതുകൊണ്ട് ആ അവ എന്റെ അടുത്ത് പറയുകയാണ്, ആ സാർ അവന്റെ ഭൂമി കരഭൂമിയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കാന്ന് സമ്മതിച്ചു. ഞാനോ? എപ്പോ? അല്ല, സാറ് ചെയ്യൂലെന്ന് എനിക്കറിയാലോ. ആ. ഞാൻ പറഞ്ഞു, പുരുഷോത്തമ, മോരയുടെ സാറ് ഒരിക്കലും അത് സമ്മതിക്കൂലെന്ന്. അപ്പൊ അവൻ എന്റെ അടുത്ത് പറയാണ്, വെറുതെ അല്ല, രൂപ 10,000 സാറിന് കൈക്കൂലി കൊടുത്തിട്ടാണ് എന്ന്. അവൻ കൊടുത്തുവിട്ട പൈസ സാറ് ഒരെതിർപ്പും കൂടാതെ വാങ്ങിച്ചു എന്നും, സത്യം പറഞ്ഞ അവൻ കൈക്കൂലി കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് സാറ് ഇത്രയും നേരം താമസിപ്പിച്ചത് എന്നും അവൻ എന്റെ അടുത്ത് പറഞ്ഞു. എന്റെ സാറേ, അവ ഇത് പറഞ്ഞപ്പോഴേ ഞാനാണെങ്കിൽ അത് കേട്ട് ചിരിച്ചിരിച്ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് മോഹനയുടെ സാറ് കൈക്കൂലി വാങ്ങുമെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? ഞാൻ ചോദിച്ചേ, നീ തമാശ പറയണാണോ പുരുഷോത്തമ? ഇതൊന്നും നടക്കൂല എന്ന്. അപ്പൊ അവൻ പറയാണ്, കാശ് വാങ്ങിച്ചിട്ട് കാര്യം നടത്തി തന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് വിളിച്ചു പറയൂന്ന്. പിന്നെ സാറിനെ കാണാമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോന്നിട്ടുണ്ട് സാറേ. എനിക്ക് തോന്നുന്നത് കാര്യം നടക്കാതെ വന്നപ്പോ അവന് വട്ടായി പോയി എന്നാ. കൈക്കൂലി ഇനിയിപ്പോ എന്താ ചെയ്യുക? പുരുഷോത്തമനാണോ? ഇനിയിപ്പോ ഇതെന്താ ചെയ്യുക? ഇങ്ങോട്ട് വാ. എന്താ? എന്റെ പേര് പുരുഷോത്തമൻ. ഞാൻ മോഹനകൃഷ്ണൻ ഒന്ന് കാണാൻ വന്നതാ. പുരുഷോത്തമൻ, ഈ പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ആ, മനസ്സിലായി. രഹസ്യമായിട്ട് പാടം നികത്തിയിട്ട് അത് കരഭൂമിയാണ് എന്ന് BTR തിരുത്താൻ അപേക്ഷ കൊടുത്ത കക്ഷി. ഇന്നലെ നിങ്ങൾ വില്ലേപ്പിച്ച് വന്ന കാര്യം മോനട്ടൻ പറഞ്ഞു. ഇന്നലെ സാർ എന്നോട് ചൂടായി. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തപ്പോ ഒക്കെ ശരിയായി. മനസ്സിലായില്ല. രൂപ 10,000 ഞാൻ സാറിന് കൈക്കൂലി കൊടുത്തു. അതിന്റെ ധൈര്യത്തിലല്ല ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. കൈക്കൂലിയോ? അതെ. മോഹനട്ടനോ? തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തിനാ പെങ്ങളെ എന്റെ അടുത്ത് ഈ അഭിനയം? മോഹനകൃഷ്ണൻ സാർ കൈക്കൂലി വാങ്ങുന്ന നാട്ടുകാരെ മുഴുവൻ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഇക്കാലത്ത് കൈക്കൂലി വാങ്ങാത്ത ആരാ ഉള്ളത്? എന്തായാലും ഞാൻ കൊടുത്തുവിട്ട പൈസ സാറ് കയ്യോടെ വാങ്ങിയല്ലോ. ഇനി എന്താ സംശയം? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയാൻ വന്നത് സാറിനോട് പറഞ്ഞോളാം. സാറിനെ ഒന്ന് വിളിക്കേ. മോനേട്ടാ, പെങ്ങളെ, സ്വന്തമായിട്ട് കാറില്ല, സ്കൂട്ടറില്ല എന്നൊക്കെ പറയുമ്പോഴേ നമുക്കറിയാം ഇതൊക്കെ ഒരടവാന്ന്. വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ച കാശ് അങ്ങനെ പരസ്യമായിട്ട് ചെലവാക്കാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ ലളിത ജീവിതം, അങ്ങനെയല്ലേ? ഇന്നിവിടെ എന്തേലും ഒക്കെ നടക്കും. എന്റെ കാര്യം നടക്കും, വേറെന്ത് നടക്കാനാ? ഞാൻ എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുള്ളതാ. എല്ലാവരുടെ ഉള്ളിലിരിപ്പ് കള്ളത്തരവാ. പുരുഷോത്തമ,
ആഹാ, സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, പൈസ സാറിന്റെ കയ്യിൽ കിട്ടിയല്ലോ അല്ലേ? സാർ അത് വാങ്ങി നിറഞ്ഞപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത്. പുരുഷോത്തമൻ കൈക്കൂലിയായി കൊടുത്തു വിട്ട 10,000 രൂപ ഞാൻ വാങ്ങി. നേരാ. ദാ, ഇതാണ് ആ 10,000 രൂപ. പക്ഷേ മോനെ പുരുഷോത്തമ, ഞാൻ ഈ പൈസ വാങ്ങിയത് എന്തിനാണ് എന്ന് നിനക്കറിയാമോ? എന്തിനാ? നിന്നെ ഇവിടെ വരുത്താൻ. ഈ വരച്ച വരയിലും ഈ പൈസയും കൊണ്ടുവന്ന് നിന്റെ വിജയനോട് പൈസ വേണ്ട എന്നോ ഇറങ്ങിപ്പോകാനോ പറഞ്ഞിരുന്നെങ്കിൽ അവൻ പോയേനെ. പക്ഷേ ഈ ജന്മത്ത് പുരുഷോത്തമൻ എന്ന താങ്കൾ എന്റെ മുന്നിൽ വരില്ല. പക്ഷേ എനിക്കത് പോരല്ലോ. എന്നെ പോലെ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കാൻ നോക്കിയ പുരുഷോത്തമനെ 2 വാക്ക് പറഞ്ഞില്ല എങ്കിൽ ഇന്ത്യയിലെ സത്യസന്ധന്മാരായ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടും ഞാൻ ചെയ്യുന്ന തെറ്റായി പോകും. അതിനുവേണ്ടി മാത്രം ഞാൻ പുരുഷോത്തമനെ ഈ വലയിൽ കുടിക്കുക. അത് പുരുഷോത്തമ, നീ എന്താ എന്നെ പറ്റി കരുതിയത്? അത് ഞാൻ പിന്നെ സാറേ, ഈ ജന്മത്ത് 1 രൂപ പോലും കൈക്കൂലി വാങ്ങാത്ത വളരെ മാന്യനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് കെ മോഹനേഷ് സാർ. എനിക്ക് സ്കൂട്ടറും കാറും ഇല്ലാത്തത് നീ പറഞ്ഞതുപോലെ നാട്ടുകാർ സംശയിക്കുന്നുള്ളതുകൊണ്ടല്ല. ആഗോളതാപനം എന്ന് പുരുഷോത്തമൻ കേട്ടിട്ടുണ്ടോ? അല്ല, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അതുകൊണ്ട് പാടഭൂമി മണ്ണിട്ട് നികത്തി ആഗോളതാപനത്തിന് കാരണക്കാരനായ പുരുഷോത്തമന്റെ ഭൂമി ഒരു കാരണവശാൽ ഒരിക്കലും കരഭൂമിയാവില്ല. അതിന് കെ മോഹനേഷ് സമ്മതിക്കില്ല. എന്നെ പോലെ സത്യസന്ധരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കാൻ മേലിൽ ശ്രമിച്ചാൽ പുരുഷോത്തമ നീ അകത്ത് പോവും. സാറേ, ഇത്രയും പറയാനാണ് ഞാൻ പുരുഷോത്തമനെ വിളിച്ചു വരുത്തിയത്. പൈസ പിടിക്കൂ. സ്ഥലപ്പെട്. അല്ല സാറേ, ഒന്നുകൂടെ ആലോചിച്ചിട്ട്. വേണ്ട. ഇനി ഏരിയ കണ്ട ഞാനൊരു ഗാന്ധിയനാണെന്ന കാര്യം ഞാൻ തന്നെ പറഞ്ഞു. അഹങ്കാരി. എന്നോടാ കളി? ഇങ്ങനൊരു നാടകം ഞാൻ കളിക്കുമെന്ന് പുരുഷോത്തമൻ കരുതിയിട്ടില്ല. ആ പണം ഞാൻ വാങ്ങിയപ്പോ അവൻ തെറ്റിദ്ധരിച്ചു ഞാൻ ഒരു കൈകൂലിക്കാരനാണെന്ന്. എന്തായാലും എന്റെ മോഹനേട്ടനെ സമ്മതിക്കണം. മോഹനേട്ടാ, ഇത്രയും ബുദ്ധിമാനാണ് എന്റെ മോഹനേട്ടെന്ന് ഞാൻ കരുതിയതേ ഇല്ല. അശോകൻ ചേട്ടൻ എനിക്ക് കൊടുത്തു വിട്ട പൈസയാണ് എന്ന് കരുതിയാണ് ആ 10,000 രൂപ വാങ്ങിയെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ആ പക്ഷെ വീണ കുഴിന്ന് എഴുന്നേക്കാൻ കാണിച്ചൊരു ബുദ്ധി, ഓ അത് ഭയങ്കര തന്നെയായിപ്പോയി. നീ എന്താ ഈ പറയുന്നേ? ഓയ്യോ സാറേ, നീ എന്താ ഈ പറയുന്നേ? സാറിന്റെ ഈ അഭിനയം പുരുഷോത്തമന്റെ അടുത്ത് ചെലവാകും. എന്റെ അടുത്ത് ചെലവാകുമോ? ഓ ചെലവാകൂലെന്ന് ഞാൻ പറയും. അയ്യോ മോനടാ, ഇനിയിപ്പോ ശിശുപാലനേട്ടൻ എങ്ങനെ പൈസ കൊടുക്കും? അല്ല, ശിശുപാലനേട്ടൻ അമ്മയെ ആശുപത്രിയിൽ ഇറക്കണ്ടേ? അതിനെന്താ ഒരു വഴി? ഏത് ശിശുപാലനേട്ടൻ, ഏത് ആശുപത്രി അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ മോഹനേട്ടാ, അഭിനയിക്കുമ്പോ നമ്മൾ ഓവർ ആവാതെ സൂക്ഷിക്കണമെന്ന്. ഇന്നും ഓവറായി. ഒരു നുണ പറയുവാനോ കള്ളം അഭിനയിക്കുവാനോ വില്ലേജ് ഓഫീസർക്ക് പറ്റില്ല എന്നത് പലവട്ടം നാം കണ്ടതാണ്. ഇത്തവണയും പതിവ് തെറ്റിയില്ല. അഭിനയിച്ച് ഓവറാക്കിയ മഹാൻ കൈയോടെ പിടിക്കപ്പെട്ടു. എന്തായാലും കൈക്കൂലിക്കാരൻ എന്ന ചീത്തപ്പേര് ഒഴിവാക്കി കിട്ടിയതിൽ സമാധാനിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം.